ഞാൻ വന്നപ്പോ ചോദിക്കാൻ മറന്നു, നിങ്ങൾക്ക് വേറെ പേരും കൂടി ഉണ്ടല്ലേ? എന്താണത്? എന്താണ് നിങ്ങൾ പറഞ്ഞോളി. ശരി, നിങ്ങളെ കുട്ടികളൊക്കെ ഗാന്ധിജി എന്നാ വിളിക്കല്? നിങ്ങളാ മുഖച്ഛായ കൊണ്ടാണ് അല്ലേ? അതിനല്ല, ഏത് വീട്ടിലും നമുക്ക് ഇഷ്ടക്കേട് ഒരു കുഴപ്പമില്ല. 100-101 വയസ്സായി ഞങ്ങളെ കാരണവരാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഗാന്ധിജിയിലൊക്കെ പറയും. കൂട്ടുകാരാണ്. മനസ്സിനപ്പുറം ഞങ്ങൾ രസമൊക്കെ പറയും. ചെറുപ്പം മുതൽ കാണുമ്പോഴേ എങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യം കൃഷിപ്പണിയാണ് അയാൾക്ക്. ഇന്നും ഈ കടേൻ്റെ ബാക്കിൽ കംപ്ലീറ്റ് ആದ കപ്പ കൃഷി, അതുപോലെ എല്ലാ കൃഷിയുണ്ട്. ആ കൃഷിയൊക്കെ അങ്ങനെ അതിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പോയി അങ്ങനെ കാണുമ്പോൾ അയാളെ ആവേശം. ഇല്ലാത്ത ഏർപ്പാടൊന്നുമില്ല, എല്ലാ പരിപാടിയും ഉണ്ട്. ഈ കൃഷി തുടങ്ങിയിട്ട് കുറെ കാലമായോ? കൃഷി പഴയ കാലത്ത് ഇതിപ്പം കുറച്ചുണ്ടാക്കിയിട്ടുള്ളൂ. പഴയ കാലത്ത് 10-100 പണിക്കാരെ എത്തിക്കാട്ടി കൃഷി. വിളിക്കാത്ത ഏർപ്പാടൊന്നുമില്ല, എല്ലാ ഏർപ്പാടും നമ്മൾ ചെയ്തു. പണി ഇരിക്കാൻ പോയി, നാട് വിട്ട് നടന്ന് ആന്ധ്രയിൽ കോഴിക്കോടൊക്കെ നടന്നു പോയി. ഞാൻ ആന്ധ്രയിലും മൈസൂരൊക്കെ നടന്നുകാണ്ട്. അന്ന് വാഹനമൊന്നുമില്ല. അന്നൊക്കെ പട്ടിണി കാലല്ലേ, അന്ന് താളും തവരയും തിന്നുന്ന കാലല്ലേ. പക്ഷെ അന്നത്തെ താളും ഇന്നത്തെ ഇറച്ചിയും ആ താളിൻ്റെ നല്ലത്. അത്രയും രസം അന്നത്തെ ആ താള്. ഈ മലയിലൊക്കെ അത്രയും രസമാണ് ആ താള്. ഇന്ന് ഇറച്ചിനെക്കാട്ടിലും രസമാണ്. അന്നത്തെ താളും തവരയാണ് ഇപ്പൊ ഈ തടി. അല്ലേ? അതെ. അന്ന് പിന്നെ മലയിലൊക്കെ നമ്മൾ പല സാധനം തിന്നാൻ കിട്ടും. മലയിലൊക്കെ മേലാലിയിലൊക്കെ പോകുമ്പോൾ ഉടുമ്പ്, മലെണ്ണ അങ്ങനെയൊക്കെ തിന്നാൻ കിട്ടും. ഇഷ്ടംമാതിരി.